Good morning to all. Welcome to the Max class. Today we are going to study the 6th chapter, the triangle and its properties. Okay, so നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ചാപ്റ്റർ 5 നമ്മൾ ഫിനിഷ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത 6th ചാപ്റ്ററിലോട്ട് പഠിക്കാൻ പോവുകയാണ്. 6th ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. ദ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. സോ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്കറിയാം? സോ ട്രയാങ്കിൾ ഈസ് എ ക്ലോസ്ഡ് ഫിഗർ and the triangle has 3 sides and 3 angles and 3 vertices. Okay, so here triangle ABC. The triangle name എന്താണ്? ABC. Okay, so ഇതിന്റെ സൈഡ്സ് ഏതൊക്കെയാണ്? AB, BC, AC. So ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഈ തന്നിരിക്കുന്ന ഫിഗറിലെ ട്രയാങ്കിളിന്റെ സൈഡ്സ് ഏതൊക്കെയാണ്? AB, BC and AC. Then angles. ട്രയാങ്കിളിന് എത്ര ആംഗിൾസ് ആണ് ഉള്ളത്? 3 ആംഗിൾസ്. സോ വാട്ട് ആർ ദേ? ആംഗിൾ BAC. സോ ട്രയാങ്കിൾ BAC. ദെൻ ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC. ദെൻ ട്രയാങ്കിൾ ACB. ട്രയാങ്കിൾ ACB. സോ 3 ആംഗിൾസ്. ഓക്കെ, ട്രയാങ്കിൾ BAC, ആംഗിൾ ABC ആൻഡ് ആംഗിൾ ACB. ദെൻ വേർട്ടിസസ്. എത്ര വേർട്ടിസസ് ഉണ്ട്? 3 വേർട്ടിസസ് ഉണ്ട്. ഏതൊക്കെയാണ്? ABC. എന്താണ് വേർട്ടിസസ് എന്ന് പറയുന്നത്? 2 ആംസ്, 2 ലൈൻ സെഗ്മെൻറ്റ് ജോയിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? വേർട്ടിസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ആമും BA എന്ന് പറയുന്ന അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ആമും BC എന്ന് പറയുന്ന ആമൂടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ വേർട്ടിസസ് എന്ന് പറയുന്നത്. സോ ട്രയാങ്കിളിൽ എത്ര വേർട്ടിസസ് ആണുള്ളത്? 3 vertices ഉണ്ട്. Okay, so A, B, C are the vertices of the triangle. Then the side opposite to the vertex A is BC. So ഈ A എന്ന് പറയുന്ന വേർട്ടിസിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് എന്ത്? BC. A എന്ന് പറയുന്ന വേർട്ടിസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ പേരെന്താണ്? BC. സോ അതുപോലെ തന്നെ the side opposite to the vertex B ഈസ് AC. സോ B എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? AC. ദെൻ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ വെർട്ടെക്സ് C എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? AB. സോ ഇത് ബേസിക് ഇൻഫർമേഷനാണ്, നിങ്ങൾ പ്രീവിയസ് ഇയറിൽ പഠിച്ചതാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ക്ലാസിഫിക്കേഷനിൽ എന്താണ് പറയുന്നത്? ഹൗ ടു ക്ലാസിഫൈ ട്രയാങ്കിൾ ബേസ്ഡ് ഓൺ the sides and based on the angle. So ഈ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ ബേസിലും ആംഗിൾസിൻ്റെ ബേസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ദ ട്രയാങ്കിളിൻ്റെ ബേസ്ഡ് ഓൺ സൈഡ്സ്, ട്രയാങ്കിളിനെ സൈഡ്സിൻ്റെ ബേസിൽ നമ്മൾ ട്രയാങ്കിൾസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 3. സോ വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ സ്കെയിലിൻ, സെക്കൻഡ് വൺ ഐസോസിലസ് ആൻഡ് തേർഡ് വൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സോ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഡിഫറെൻറ്റ് ലെങ്ത് ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ട്രയാങ്കിളാണ് എന്തെന്ന് പറയുന്നത്? സ്കെയിലിൻ. നെക്സ്റ്റ് വൺ ഐസോസിലസ്. ഐസോസിലസ് ട്രയാങ്കിൾ എന്താണ്? 2 സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഒരു സൈഡ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളാണ് എന്തെന്ന് പറയുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ദെൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ 3 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള 3 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ട്രയാങ്കിളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3 സൈഡ്സും എന്ത് തന്നെ ആയിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള ട്രയാങ്കിളാണ് എന്തെന്ന് പറയുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ആംഗിൾസ്. സോ ആംഗിൾസിൻ്റെ ബേസിൽ നമ്മൾ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ റൈറ്റ് ആംഗിൾ, സെക്കൻഡ് വൺ അക്യൂട്ട് ആംഗിൾ ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇത് നമ്മൾ പഠിച്ചതാണ്. സോ ആംഗിൾസ് വേറെയും ഉണ്ട്, പക്ഷെ നമ്മൾ മെയിനായിട്ട് 3 ആംഗിൾസ് ആണ് പറയുന്നത്. റൈറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ദെൻ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്താണ്? അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ഈസ് സ്മോളർ ദാൻ
റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിളിനേക്കാൾ ചെറുതായിട്ടുള്ള ആംഗിൾ, ചെറിയ ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് 90 ഡിഗ്രിയിൽ കുറവായിട്ടുള്ള ആംഗിൾസിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ എത്രയാണ് മെഷർമെൻറ്റ്? 90 ഡിഗ്രിയാണ്. സോ ആ 90 ഡിഗ്രിയിൽ കുറവായിട്ടുള്ള ആംഗിൾസ് ആണ് എന്തെന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ. സോ അക്യൂട്ട് ആംഗിൾ ഫോർ എക്സാമ്പിൾ 45 ഡിഗ്രി ആയിട്ടുള്ള ഒരു ആംഗിൾ, അതെന്ന് പറയുന്നത് 90 ഡിഗ്രിയിൽ കുറവാണ്. സോ അതെന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്ന പേരാണ് acute angle. Then obtuse angle. So obtuse angle is greater than right angle. Right angle-നേക്കാൾ കൂടുതലായിട്ടുള്ള ആംഗിൾസ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് obtuse angle എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 100 ഡിഗ്രി. സോ നമ്മൾ ആംഗിൾ 100 ഡിഗ്രി എന്ന് പറയുമ്പം 100 ഡിഗ്രി എന്ന് പറയുന്നത് 90യേക്കാൾ വലിയ ആംഗിളാണ്. സോ അങ്ങനെയുള്ള ആംഗിൾസ് ആണ് എന്തെന്ന് പറയുന്നത് obtuse angle. സോ ഇതാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. സോ നിങ്ങൾ ഇത് കഴിഞ്ഞ ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ നമ്മൾ ജസ്റ്റ് റിവൈസ് ദ പോർഷൻ. ഓക്കെ. Next we are going to study the median of triangle. Medians. So medians of a triangle. So the median of a triangle is a line segment from the vertex to the midpoint of the opposite sides. So median എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ തന്നെ പ്രോപ്പർട്ടീസും എല്ലാം നമ്മൾ ഇതിൽ പറയുന്നത്. എല്ലാം ട്രയാങ്കിൾ ബേസ് ചെയ്താണ് നമ്മൾ ഇതിനകത്തുള്ള എല്ലാം നമ്മൾ പറയുന്നത്. So median of a triangle is a line segment from the vertex to the midpoint of the opposite sides. So here triangle ABC, ട്രയാങ്കിൾ എ ബി സിയിലെ എ എന്ന് പറയുന്ന വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിലെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് മീഡിയൻസ് എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന വെർട്ടെക്സ് എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും എയുടെ ഓപ്പോസിറ്റ് സൈഡായ ബി സി, എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി, അതിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ AL is the median of the triangle. ഇവിടെ എ എൽ എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സിയുടെ എ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മിഡ് പോയിന്റിൽ വരയ്ക്കുന്ന മീഡിയൻ. ഓക്കെ, സോ ദ ട്രയാങ്കിൾ ഹാസ് 3 മീഡിയൻസ്. ഒരു ട്രയാങ്കിളിന് എത്ര മീഡിയൻസ് കാണും? 3 മീഡിയൻസ് കാണും. സോ നോക്കിക്കോ, സോ ഫസ്റ്റ് നമ്മളൊരു മീഡിയൻ വരച്ചു. ഓക്കെ, സോ നമ്മൾ എൽ കൊടുക്കുന്നു. എൽ എന്ന് പറയുന്ന ഒരു മീഡിയൻ ആണ്. ദെൻ നെക്സ്റ്റ് എ വെർട്ടെക്സ് ആക്കി എ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന, അതായത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് എ എൽ. ദെൻ സി എന്ന് പറയുന്ന വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ മിഡ് പോയിന്റിൽ വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് അടുത്ത മീഡിയൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇവിടെ ഞാൻ എം കൊടുക്കുന്നു. അപ്പോൾ സി എം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത മീഡിയൻ ആണ്. ദെൻ ബി എന്ന് പറയുന്ന വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന് മിഡ് പോയിന്റിൽ വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് അടുത്തത്. ഞാൻ അതിന് പി കൊടുക്കുന്നു. സോ പി ബി. സോ ഇത് ട്രയാങ്കിൾ ഹാസ് 3 മീഡിയൻ. സോ എ എൽ, സി എം ആൻഡ് ബി പി. എങ്ങനെയാണ് ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുന്നത്? വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ദ മീഡിയൻ ഓഫ് എ ട്രയാങ്കിൾ ഇസ് എ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം ദ വെർട്ടെക്സ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. സോ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ എന്ന് പറയുന്നത് ഒരു വെർട്ടെക്സിൽ നിന്നും
അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലെ മിഡ് പോയിന്റ്, ആ സൈഡിൻ്റെ മിഡ് പോയിന്റിൽ, അതായത് നടുക്ക് മധ്യഭാഗത്തുള്ള പോയിന്റിൽ വരയ്ക്കുന്ന ആ ലൈൻ സെഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Next we will study the altitudes of a triangle. അടുത്ത നമ്മൾ ഒരു ട്രയാങ്കിളിന് ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെയാണ് പറയുന്നത്. സോ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് എ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം എ വെർട്ടെക്സ് ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഓപ്പോസിറ്റ് സൈഡ്സ്. നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞത് വെർട്ടെക്സിൽ നിന്നും ആ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ്സ് എന്താണ് പറയുന്നത്? ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണ് എന്തെന്ന് പറയുന്നത്? ലൈൻ സെഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഓൾട്ടിറ്റ്യൂഡ് മെൻഷൻ ചെയ്യുന്നത് ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ്. ഓക്കെ, സോ ഹൈറ്റ് ആയിരിക്കും ആ ഒരു പെർപെൻഡിക്കുലർ ലൈൻ. മീൻസ് എന്താണ്? ആ വെർട്ടെക്സിൽ നിന്നും ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, ആ ഓപ്പോസിറ്റ് സൈഡ്സ് വരെയുള്ള ആ ഒരു ഹൈറ്റ് ആയിരിക്കും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. So here triangle ABC വെർട്ടെക്സ് എയിൽ നിന്നും നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ. സോ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുമ്പോഴേ അറിയാം എന്തായിരിക്കും അത്? ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ പെർപെൻഡിക്കുലർ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരയ്ക്കുന്ന ലൈനാണ് പെർപെൻഡിക്കുലർ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആയിരിക്കും, ദാറ്റ് ഇസ് 90 ഡിഗ്രി. സോ ഇവിടെ AD എന്ന് പറയുന്ന ലൈൻ എന്താണ്? പെർപെൻഡിക്കുലർ ഓൾട്ടിറ്റ്യൂഡ് ആണ്. സോ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനാണ് എന്തെന്ന് പറയുന്നത്? ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ദ ലൈൻ സെഗ്മെന്റ് AD is an altitude of the triangle. സോ ഇവിടെ AD എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ എന്തെന്ന് പറയുന്ന ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദ മീഡിയൻ ഓഫ് ദി ട്രയാങ്കിൾ ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കിൾ. സോ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 116. So first one, in triangle PQR, D is the midpoint of QR. So midpoint
എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്തായിരിക്കും അത് മീഡിയൻ ആയിരിക്കും അല്ലേ. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് എന്തായിരിക്കും, മീഡിയൻ ആയിരിക്കും. ഓക്കെ, സോ പി എം ഈസ് ഡാഷ്. സോ പി എം എന്ന് പറയുന്നത് എന്താണ്, പി എം. സോ പി എം എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, മിഡ് പോയിന്റ് ആണോ, സോ മിഡ് പോയിന്റ് ആണോ അതോ മിഡ് പോയിന്റ് അല്ല സോറി മീഡിയൻ ആണോ, പെർപെൻഡിക്കുലർ ലൈൻ ആണോ? സോ ഇവിടെ ദാ നോക്കിക്കേ, പി എമ്മിന് നമുക്കൊരു സിമ്പിൾ തന്നിട്ടുണ്ട്. എന്താണ്, 90 ഡിഗ്രിയുടെ ഒരു സിമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. സോ ആംഗിൾസിൻ്റെ നമ്മൾ 90 ഡിഗ്രിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ആംഗിൾ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ പി എം എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ലൈൻ ആണ്. സോ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ പറയുന്ന നെയിം എന്തായിരുന്നു, ഓൾട്ടിറ്റ്യൂഡ് എന്നാണ്. സോ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ട്രയാങ്കിൾ. സോ ഹിയർ പി എം ഇസ് ദ ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, സോ പി എം എന്ന് പറയുന്നത് എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ്. നെക്സ്റ്റ് പി ഡി. സോ പി ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ഇവിടെ എന്താണ്, സോ ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് അറിയാം. സോ ക്യു ആറിൻ്റെ മിഡ് പോയിന്റിലായിട്ടാണ് ഡി ഡിനോട്ട് ചെയ്തേക്കുന്നത്. സോ പി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിനെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് പി ഡി. സോ പി ഡി ഈസ് എ മീഡിയൻ. Okay, so next is QM is equal to MR. So QM is equal to MR. The Q തൊട്ട് M വരെയുള്ള ഡിസ്റ്റൻസും M തൊട്ട് R വരെയുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ. സോ റീസൺ എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാം മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് മീഡിയൻ. സോ ഹിയർ പി എം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ്. സോ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് മിഡ് പോയിന്റിലല്ല, ആ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. സോ പി എം എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. സോ ഇവിടെ ക്യു എം ഇസ് ഈക്വൽ ടു എം ആർ എന്ന് പറയുന്നത് ഇസ് നോട്ട് ട്രൂ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ക്യു എം എന്ന് പറയുന്നത് എം ആറിന് ഈക്വൽ ആണെന്നുള്ളത്. അതേസമയം നമ്മൾ പി ഡി ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ദാറ്റ് ഇസ് ക്യു ഡി ഇസ് ഈക്വൽ ടു ഡി ആർ ആയിരിക്കും. ക്യു ഡി ഈക്വൽ ടു ഡി ആർ ആയിരിക്കും. ഓക്കെ, സോ ക്യു ഡി ഈക്വൽ ടു ഡി ആർ എന്ന് പറയുന്നത് എന്താണ്, ഈ ക്യു ആർ എന്ന് പറയുന്ന സൈഡിനെ പി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലായ ക്യു ആറിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് പി ഡി എന്ന് പറയുന്നത്. സോ ആ ലൈൻ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ക്യു ഡി ഈസ് ഈക്വൽ ടു ഡി ആർ. സോ ക്യു എം നോട്ട് ഈക്വൽ ടു എം ആർ. Okay, is it clear? So first we have studied the median of the triangle and second one is altitude of the triangle. So median of the triangle means the median of the triangle is a line segment from the vertex to the midpoint of the opposite sides. Okay, then altitude of a triangle means is a line segment from the vertex that is perpendicular to the opposite side. I hope all of you understand the median of the triangle and the altitude of the triangle. So let's wind up the class. Assalamu alaikum.